Good afternoon, all. Hello, good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Next module human resource management ആണ് എടുക്കുക എല്ലാവരും. എല്ലാവരും കൈവശമുണ്ടോ? കുറച്ച് ഗ്യാപ്പുകൾക്ക് ശേഷമാണല്ലേ? Good afternoon. ഉണ്ടോ എല്ലാവരുടെ കയ്യില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനം ഒന്ന് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, അവിടെ ആ സ്ഥാപനം എന്റെ പേര് സോളി അനിതണ്ടായത്, ഞാൻ വീണ്ടും പറയാതിരുന്നത് SOLY സോളി. ഓക്കെ, അപ്പൊ എന്താണ് നമ്മള് കഴിഞ്ഞ അല്ലെ ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴും ആ സ്ഥാപനം നന്നായിട്ട് പോകുന്നുണ്ട് അല്ലെ, നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു നല്ല ഡിസിപ്ലിൻ അല്ലെ, ഒരു നല്ല അച്ചടക്കത്തോടു കൂടി പോയാൽ മാത്രമാണ്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും അവിടെ നഴ്സുമാർ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും, അതായത് നമുക്കറിയാം എല്ലാവരും ഒത്തൊരുമിച്ച് വർക്ക് ചെയ്ത് അത് നല്ല പ്രോപ്പറായിട്ട് ടൈം ടു ടൈമില് ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു ബിസിനസ്, അത് ഹോസ്പിറ്റൽ ആണെങ്കിലും മറ്റേതൊരു സ്ഥാപനമാണെങ്കിലും നന്നായിട്ട് തന്നെ റൺ ചെയ്തു പോകും അല്ലെ. അങ്ങനെ തന്നെയാണ് അല്ലേ? അങ്ങനെയല്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഞാൻ പറയുന്ന വോയിസ് കേൾക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്കെ, അപ്പൊ നമുക്കറിയാം അവിടെ ആ ഒരു സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അവിടെ മോസ്റ്റ്ലി അവിടെ എന്താണ്, അവിടെ ഒരു നല്ലൊരു പോളിസി അല്ലെ, എന്തെങ്കിലും ഒരു നയങ്ങളോ അല്ലെങ്കിൽ നിയമങ്ങള് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോ ചില നമുക്കറിയാം ഷാർപ്പ് ടൈമിന് കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കണം, ദെൻ ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടി കൈകാര്യം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ അവരോട് കോർഡിനേറ്റ് ചെയ്ത് അല്ലെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ അവരവരുടെ ഡ്യൂട്ടി ചെയ്തു കൊണ്ടുപോകുന്നത് കൊണ്ടായിരിക്കാം ആ സ്ഥാപനം നന്നായിട്ട് തന്നെ അല്ലെ മൂവ് ചെയ്തു പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ നോക്കാം എന്താണ് നോക്കാം. ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾസ് which are mostly like to be multiple a well-run organization device a set of rules, sometimes called policies, programs, rules, regulations, procedures or guidelines. അതായത് ഒരു സ്ഥാപനം അത് നന്നായിട്ട് തന്നെ ഓർഗനൈസേഷന്റെ ഗോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യം അല്ലെ, ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് അവിടെ ആ ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായ കുറെ നിയമങ്ങൾ, നയങ്ങള്, അല്ലെങ്കിൽ പ്രോഗ്രാമുകള്, അതല്ലെങ്കിൽ റൂൾസ്, നിയമങ്ങള്, അല്ലെങ്കിൽ നടപടിക്രമങ്ങള്, അങ്ങനെ എന്തെങ്കിലും അല്ലെ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും. അത് ഫോളോ ചെയ്തിട്ടാണ് അവര് കൃത്യതയോടുകൂടി പോകുന്നതെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നന്നായിട്ട് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സ്ഥാപനം നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ എല്ലാവരും തന്നെ അല്ലെ അവർക്ക് അനുസരിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ പാലിക്കുന്നുണ്ട് അല്ലെ. നേരത്തെ കൂട്ടി നിയമങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതായത് ഗൈഡ് ലൈൻസുകൾ ഉണ്ടാവും, ആ നിയമത്തിനനുസരിച്ചിട്ട് അതേ കാര്യങ്ങൾ അല്ലെ അവരുടെ നടപടിക്രമങ്ങളൊക്കെ നന്നായിട്ട് തന്നെ റൺ ചെയ്ത് പോകുന്നുണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ആ ഒരു ഓർഗനൈസേഷൻ നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ലക്ഷ്യം നേടിയെടുക്കാൻ തന്നെ പര്യാപ്തമായ ഒരു സ്ഥാപനമാണ്. ക്ലിയർ ആയോ എന്താന്നുള്ളത്? ഫസ്റ്റ് പാരഗ്രാഫ് എന്താന്നുള്ളത് മീൻ. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു അല്ലെ പല ഒരു സ്ഥാപനം തുടങ്ങുന്ന കാര്യത്തിൽ അവിടെ കുറച്ച് നിയമ നടപടികൾ വേണമെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്കറിയാം ഒരു സ്ഥാപനം അത് ഈ നിയമ നടപടികൾ ഓടിക്കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ഒരു സ്ഥാപനമാകും ഇല്ല. ഒരു സ്ഥാപനമാവണമെങ്കിൽ എന്താണ് അവിടെ ഓൾറെഡി ഒരു പ്രോപ്പർട്ടി അല്ലെ, ചിലപ്പോൾ ഒരു പക്ഷെ
എന്താണ് നമ്മൾ റെന്റൽ ആയിരിക്കാം. എനിവേ എന്തായാലും നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ ഒരു ബിൽഡിംഗ് ആവശ്യമാണ്. ബിൽഡിങ്ങിൽ എന്താണ് മെറ്റീരിയൽസ് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അല്ലെ മിഷനറി അല്ലെങ്കിൽ മറ്റേതൊരു എന്ത് കാര്യത്തിനാണെങ്കിലും അവിടെ ഫിനാൻസ് എല്ലാം ആവശ്യമാണ്. ഒപ്പം തന്നെ എന്താണ് വർക്കേഴ്സും അവിടെ ആവശ്യമാണ് അല്ലെ. വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. അവിടെയുള്ള മാൻ പവർ, മനുഷ്യശക്തി എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പൊ അത്തരത്തില് എല്ലാ തരത്തിലുള്ള വസ്തുക്കളും ഉണ്ടായാൽ മാത്രമാണ് ഈ നിയമങ്ങളൊക്കെ പാലിച്ച് അത് ആ ലക്ഷ്യത്തിലേക്ക് പോവുകയുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് 4 types of resources in an organization ആണ്. 4 തരത്തിലുള്ള റിസോഴ്സസ്, വിഭവശേഷികളാണ് സാധാരണയായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുക. എന്താണ്? മണി, മെറ്റീരിയൽ, മെഷീനറി, മെഷീനറിക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫിക്സഡ് അസറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്. എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്? മെഷീനറിയൊക്കെ എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് മെഷീനറി എന്തുകൊണ്ടാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നതെന്ന് മീൻ ചെയ്യാമോ? അതായത് നമുക്കറിയാം ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെ നമ്മളത് ആ മെഷീനറി അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് അതെ മാറുന്നില്ല. ആ ഒരു മെഷീനറി അവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റില്ല അല്ലെ. വലിയ നമുക്കറിയാം സ്കാനിങ്ങും സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വലിയ മെഷീനറിയൊക്കെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ചേഞ്ച് ആവുന്നില്ല, അതായത് മാറ്റി കൊണ്ടുപോകുന്നില്ല. അപ്പൊ അതേമാതിരി തന്നെ നമുക്കറിയാം അവിടെ ഓരോ കാര്യത്തിനും എന്താവശ്യമാണ്? മണി ആവശ്യമാണ് അല്ലെ. ഇപ്പൊ ഈ പറഞ്ഞ മെഷീനറി ഒക്കെ ഇംപ്ലിമെന്റ് അല്ലെ അത് കൊണ്ടുവന്ന് സ്ഥാപിക്കണമെങ്കിലും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വർക്കേഴ്സിനൊക്കെ വേണമെങ്കിലും എന്താവശ്യമാണ്? മണി ആവശ്യമാണ്. ഒരു ബിൽഡിംഗ് ആവശ്യമാണ്. അവിടെയുള്ള മെറ്റീരിയൽസ് അല്ലെ, സാധന സാമഗ്രികളൊക്കെ ആവശ്യമാണ്. നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അല്ലെ നമുക്കറിയാം മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത് ടേബിള് അല്ലെ, കട്ടില് അല്ലെങ്കിൽ ചെയർ, അതേമാതിരി തന്നെ മെഷീനറി, അങ്ങനെയുള്ള ഒരുപാട് ഫിക്സഡ് അസറ്റ്സുകളും മെറ്റീരിയൽസും എല്ലാം തന്നെ ആവശ്യമാണ്. ഫർണിച്ചേഴ്സ് ഒറ്റ ലേബലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചറുകൾ അല്ലെ അവിടെ മോസ്റ്റ് ആയിട്ടും അവിടെ വേണ്ടി വരും. അപ്പൊ ഈ ഇത്തരത്തിലുള്ള സാധനങ്ങളോടൊപ്പം തന്നെ എന്താണ് മെന്നും കൂടി ആവശ്യമാണ് അല്ലെ. അവിടെ വർക്ക് ഫ്ലോ ചെയ്ത് പോകണമെങ്കിൽ, നന്നായിട്ട് മൂവ് ചെയ്ത് പോകണമെങ്കിൽ മെറ്റീരിയൽസും മണിയും മെഷീനറിയും മാത്രം മതിയ അല്ല. അപ്പൊ അത് റൺ ചെയ്ത് പോകണമെങ്കിൽ എന്ത് മോസ്റ്റ്ലി എന്താണ് അവിടെ ഹ്യൂമന്റെ എഫേർട്ട് ആവശ്യമാണ്, മാൻ പവർ ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ വിഭവശേഷി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത് an organization cannot accomplish their objectives without the human efforts. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ് അല്ലെ. കുറച്ച് മെഷീനറി മെറ്റീരിയൽസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. എന്താണ് അവിടെ ഹ്യൂമൻ എഫേർട്ടിന്റെ മോസ്റ്റ് ആയിട്ട് അല്ലെ മനുഷ്യന്റെ ആ ഒരു വിഭവശേഷി, കാര്യക്ഷമതയോട് കൂടിയിട്ടുള്ള ആ ഒരു ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള സർവീസ് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം ഹ്യൂമന്റെ എഫേർട്ട് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. Managing the human component is the pivotal and the most important task because all else depends on how well it is done. ഓക്കെ, നമ്മള് ആ ഹോസ്പിറ്റല് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ റിസൾട്ട് അല്ലെ അത് വരണമെങ്കിൽ എന്താണ് അവിടെ നല്ല സർവീസ് ഉണ്ടായിരിക്കണം. ആ സർവീസ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ആ സർവീസ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടുത്തെ സർവീസ് പ്രധാനമായിട്ട് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അവിടുത്തെ സർവീസ് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഹോസ്പിറ്റല് ഓക്കെ അവിടുത്തെ സ്റ്റാഫ് ആയിരിക്കും. സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോക്ടേഴ്സ് പെടും, നഴ്സുമാർ പെടും, അതേമാതിരി ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടാവും, വീട്ടു വർക്കേഴ്സ് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള വർക്കേഴ്സ് ഉണ്ടാവും. അവിടെ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, മനുഷ്യന്റെ ആ ഒരു വിഭവശേഷിയാണ് അവിടെ പ്രധാനമായിട്ടുള്ള വ്യക്തിത്വം. ഓക്കെ, അത് തന്നെ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാൻ പവർ അല്ലെ. അതാണ് ഇവിടെ വിശേഷമായിട്ട് എടുത്തു പറയുന്നത്. എന്താണ് മറ്റെല്ലാം ഉണ്ടായാൽ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട പിവോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ വിഭവശേഷിയാണ്. ഓക്കെ, അത്രയാണ് ഈ നെക്സ്റ്റ് പാരഗ്രാഫിനും കൃത്യമായിട്ട് എടുത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുക എന്താണ് മണി, മെറ്റീരിയൽ, മെഷീനറി, ഫിക്സഡ് അസറ്റ് ആൻഡ് മെൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്താണ്? മെൻ ആണ്. മെന്നിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, മനുഷ്യന്റെ വിഭവശേഷി എന്നുള്ളത്. Okay, 4 types of resources in an organization. Money, materials, machinery, which is an important one എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മനുഷ്യന്റെ വിഭവശേഷിയാണ് ഹ്യൂമൻ
റിസോഴ്സസ്. നമുക്കറിയാം അവിടെ ഇതെല്ലാം ഉണ്ടായാലും, ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാലും, മെഷീനറി ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും കുറെ പണം മുടക്കിയാലും നല്ല നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായാലും അത് ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? മനുഷ്യന്റെ വിഭവശേഷി അല്ലെ, മനുഷ്യന്റെ എഫേർട്ടാണ്, കഴിവാണ്. അതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആസ് എ റിസൾട്ട് മാനേജർ, പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി കിട്ടാനായിട്ടാണ് ഫസ്റ്റ് ഒരു പേജ്, അത് മൊത്തം വിവരിച്ചേക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാമതി, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ആസ് എ റിസൾട്ട് the managers have a prime responsibility not only for the behavior and the performance of other people but also of their own department. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, കുറെ നല്ലൊരു സ്ഥാപനമാണെന്ന് പറയാനായിട്ട് ആ സ്ഥാപനത്തിന് നല്ല നല്ല പോളിസികൾ അല്ലെങ്കിൽ നല്ല നല്ല നിയമങ്ങളും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ മാനേജ്മെന്റ് എന്താണ്, ഇത്തരത്തിലുള്ള പോളിസി സംഭവങ്ങളൊക്കെ കുറെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. അവിടെ മോസ്റ്റ് ആയിട്ടും എന്താണ്, ആരെ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള പോളിസി റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്? അവിടുത്തെ സ്റ്റാഫുകളുടെ ബിഹേവിയർ അല്ലെ, അവരുടെ പെരുമാറ്റ രീതി, അവർക്ക് അത് എങ്ങനെയാണ് അതിനോട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റുമോ, അവരുടെ കണ്ടീഷൻസ് എന്താണെന്നുള്ളത് ബിഹേവ് ചെയ്യുക, അത് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഇവർക്ക് എന്താണ് സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് അവരവരുടെ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് സാധാരണ പോളിസികളും നയങ്ങളും അല്ലെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ രൂപീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം മാനേജ്മെന്റ് ഭയങ്കര ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അത് നഷ്ടത്തിലേക്കേ പോകുള്ളൂ അല്ലെ. അപ്പൊ എപ്പോഴും അവിടെയുള്ള സ്റ്റാഫുകളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റ രീതികൾ, അവര് എത്രത്തോളം നമ്മുടെ സ്ഥാപനത്തിലേക്ക് നല്ല സർവീസ് കാഴ്ചവെക്കാൻ പറ്റുമോ അതനുസരിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെയാണ് ഇവര് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് പറയുന്നത് ആസ് എ റിസൾട്ട് ദ മാനേജേഴ്സ് ഹാവ് എ പ്രൈം റെസ്പോൺസിബിലിറ്റി. അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? not only for the behavior and performance of other people but also of their own department. സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് തന്നെ അവര് ഇത്തരത്തിലുള്ള പോളിസികളൊക്കെ രൂപീകരിക്കുമ്പോൾ എപ്പോഴും എന്താണ്, മറ്റുള്ളവരെ അല്ലെ അവരുടെ പെരുമാറ്റ രീതി എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. The greater the commitment of members of to organization goals, the greater is the degree of effectiveness with which the organization works. അതായത് നമ്മളിപ്പോ നല്ല അല്ലെ സ്ഥാപനത്തിൽ നല്ലൊരു അറ്റാച്ച്മെന്റോടുകൂടി പോവുകയാണെങ്കിൽ അപ്പോ അവർക്ക് എന്താണ്, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അല്ലെ, അവിടുത്തെ വർക്കേഴ്സിന് അതേമാതിരി മുതലാളികൾക്കും അല്ലെ, മുതലാളിക്കും ആ തൊഴിലുടമയ്ക്കും അല്ലെങ്കിൽ തൊഴിലാളികൾക്കും തമ്മിൽ ഒരു നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അവരോട് നല്ലൊരു പ്രതിബദ്ധത തിരിച്ചും കാണിക്കാനായിട്ട് തൊഴിലാളികൾ തയ്യാറാവും എന്നുള്ളതാണ്. കുറെ തൊഴിലുടമ അല്ലെ ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇട്ട് അവർക്ക് കൂടി ഫോളോ ചെയ്യാൻ പറ്റാത്ത പോയ നിയമങ്ങളൊക്കെ അടിച്ചിറക്കി അവരെ കൊണ്ട് ഒരു അടിമകളെ പോലെ പണിയെടുപ്പിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിചാരിച്ച റിസൾട്ട് ഒരുപക്ഷെ നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അവരോട് നല്ലൊരു അറ്റാച്ച്മെന്റോട് കൂടിയിട്ട് നല്ലൊരു ഇതോട് കൂടിയിട്ടൊക്കെയാണ് എങ്കിൽ തിരിച്ചും എന്താണ് തൊഴിലാളികളിൽ നിന്നും തിരിച്ചും തൊഴിലുടമയ്ക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും നല്ലൊരു റിസൾട്ട് എന്നുള്ളത്. അപ്പൊ അതാണ് ഈ ഒരു ഇതില് പാരഗ്രാഫിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. എന്താണ്? ദ ഗ്രേറ്റർ ദ കമ്മിറ്റ്മെന്റ് ഓഫ് ദ മെമ്പേഴ്സ് ടു ദ ഓർഗനൈസേഷൻ ഗോൾസ്, ദ ഗ്രേറ്റർ മൊഡ്യൂൾ 3 ആണ്. നമ്മുടെ ഫസ്റ്റും സെക്കൻഡും എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, അപ്പൊ പുതിയ അതിന്റെയാണ് പേപ്പർ 3 അല്ലെ. അപ്പൊ അതില് പ്രധാനമായിട്ട് പറയുന്നത് നല്ലൊരു കമ്മിറ്റ്മെന്റ് അല്ലെ, അവർക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം ഇവര് എന്തെങ്കിലും റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് പാരഗ്രാഫിലേക്ക് പോകാം. ഇത് ചെറിയ ചെറിയ വിവരണങ്ങളാണ്, എന്തായാലും നമുക്ക് വിവരിച്ച് തന്നെ പോകാം. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഓർ പീപ്പിൾ അറ്റ് വർക്ക് ദ മേജർ കമ്പോണന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. നമ്മൾ മനസ്സിലാക്കി എന്താണ് പ്രധാനപ്പെട്ട ഒരു മേജർ കമ്പോണന്റ്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. വിച്ച് ഈസ് അല്ലെ ഏറ്റവും കൂടുതൽ മേജർ ആയിട്ടുള്ള കമ്പോണന്റ്, ഒരു ഓർഗനൈസേഷന്റെ മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് ആണ്. ദെൻ എന്താണ്? it is this human resource which is the most important in the success of any organization, because most of the problems in organization settings are human and social rather than physical, technical or economic.
ഓക്കെ, മറ്റേതിൽ ഇപ്പൊ നമുക്കറിയാം മറ്റേതൊരു പ്രോബ്ലം അല്ലെ, ഏതൊരു പ്രോബ്ലം ആണ്. ഇപ്പൊ ഒരു മെഷീൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ആ മെഷീൻ ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ അത് പിന്നെ റണ്ണിങ് ആവും അല്ലെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഫിനാൻസിന്റെ ഒരു ഷോർട്ടേജ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അതൊന്ന് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ, അത് റണ്ണിങ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ അത് എങ്ങനെയെങ്കിലും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്താണ് ഹ്യൂമൻ റിസോഴ്സ്, അത് നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രോബ്ലംസ്, അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ആകെ അല്ലെ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം തന്നെ, ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്കറിയാം ഒരുപാട് വർക്കേഴ്സ് സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരുടെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമുക്ക് ടൈം ഷെഡ്യൂളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ കൃത്യതയോടുകൂടി തന്നെ ടൈം ഷെഡ്യൂളൊക്കെ ചെയ്തുകൊണ്ട് പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ സാലറി എന്തെങ്കിലും ഓവർ ടൈം ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കൃത്യതയോടുകൂടി ചെയ്തു പോകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പറയുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ in the success of any organization, because of most of the problems in organization settings are human and social rather than physical, technical or economic. അതായത് മറ്റേതെങ്കിലും അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. കാരണം എന്തെങ്കിലും മോക്ക് ടെസ്റ്റിലൊക്കെ അല്ലെ ടെക്നിക്കൽ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്കണോമിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമന്റെ അവരുടെ ആ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയിട്ട് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുക. The individuals who are at workplace show not only similar behavioral patterns and characteristics to a certain degree, but they also show many differences in behavior. നമുക്കറിയാം ഹ്യൂമൻ അല്ലെ, അവര് ചിലവർക്കൊക്കെ ചില വർക്കിനോട് എന്താ പറയണ ഒരു ചില മമത ഉണ്ടാവും അല്ലെ, ചില ടീച്ചിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും മറ്റുള്ളവരെ ഒന്ന് സേവനം അല്ലെ, നമ്മള് സാധാരണയായിട്ട് നമുക്കറിയാം എല്ലാവർക്കും കുറെ ക്വാളിഫിക്കേഷനോട് കൂടിയിട്ട് മറ്റുള്ളവരെ പരിശീലിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ മറ്റുള്ളവരെ സെർവ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റൽ വർക്കൊക്കെ അല്ലെ അവർക്ക് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ബിഹേവിയറും എപ്പോഴെന്താണ് അവരുടെ പൈതൃകമായിട്ടുള്ള ചില കഴിവുകൾ കൊണ്ടൊക്കെയാണ് വരിക. നാച്ചുറലി അവരുടെ ജനറ്റിക് ആയിട്ട് കുറെ കഴിവുകളൊക്കെ ഇവർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള കഴിവുകൾ കൂടിയുള്ള വ്യക്തികളൊക്കെ ആവുമ്പോഴാണ് അവർക്ക് നല്ല രീതിയിൽ ഇപ്പൊ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം വർക്കേഴ്സിനൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. ഇതില് ഹ്യൂമൻ റിസോഴ്സില് പഠിക്കുമ്പോഴിങ്ങനെ സെലക്ഷനും അപ്പോയിന്റ്മെന്റും കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാറ്റേണിൽ തന്നെ ജസ്റ്റ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അപ്പൊ ചില വ്യക്തികളെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ ആ ഒരു വർക്കിനോട് കൂടിയുള്ള അല്ലെ ഒരു ഇഷ്ടം അതും കൂടി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. The individual who are at workplace show not only similar behavioral patterns അല്ലെ, എല്ലാവർക്കും ഒരേ ബിഹേവിയർ തന്നെ ഉണ്ടാവണമെന്നില്ല. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവത്തിലാണെങ്കിലും നമുക്കറിയാം certain degree, but they also show many difference in behavior. അവരുടെ പെരുമാറ്റ രീതിയിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ആണെങ്കിലും അവരുടെ പെരുമാറ്റ രീതിയിലൊക്കെ വ്യത്യസ്തമായിരിക്കും. Each individual who has its own set of needs, drive, goals and experience. നമുക്കറിയാം ഓരോ വർക്കേഴ്സും അല്ലെ അവിടെയുള്ള വർക്കേഴ്സുകളൊക്കെ അവരുടെ വർക്കുകൾ ആവശ്യങ്ങളൊക്കെ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടി ആയിരിക്കും വിചാരിച്ചുകൊണ്ടായിരിക്കും അവരവിടെ തൊഴിൽ നേടാനായിട്ട് വരുന്നത് അല്ലെ. അങ്ങനെ തന്നെയല്ലേ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഇല്ലേ. ചിലപ്പോ എനിക്ക് വീടിന് അടുത്ത് കിട്ടണമെന്നായിരിക്കും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ചിലപ്പോൾ കുട്ടികളും ഇതൊക്കെ ആണെങ്കിൽ അതല്ലെങ്കിൽ കുറച്ചും കൂടി ക്യാഷിനായിരിക്കും കൂടുതൽ ആവശ്യം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഗ്നിറ്റി അല്ലെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ജോലി കിട്ടണമെന്നായിരിക്കും ആഗ്രഹം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഓരോ വർക്കേഴ്സിനും ഉണ്ടാവും ഇല്ലേ. ശരിയാണോ? അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മള് എന്തെങ്കിലും ജോലിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് അകലെ ആയാലും കുഴപ്പമില്ല, അങ്ങനെ ഉള്ള ഒരു അതായത് അടുത്തായാലും കുറച്ച് എമൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡ് ഉള്ളവരുണ്ടാവില്ലേ, വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയറിനോടുകൂടെ ഉണ്ടാവില്ലേ ഇല്ലേ? വെറുതെ പറയുന്നതാണോ? ഉണ്ടാവും അല്ലെ. ചിലർക്ക് കുറച്ച് സാലറി കിട്ടിയാലും വീടിന്റെ അടുത്ത് ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചിലർക്ക് എന്താണ് എനിക്ക് കൂടുതൽ ഫിനാൻസ് ആയിരിക്കും ആവശ്യം. അപ്പൊ അവർക്ക് എന്താണ് അവര് കുറച്ച് അകലെ പോയാലും എനിക്ക് ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ജോലി കിട്ടണമെന്നായിരിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്ത ആവശ്യങ്ങളായിരിക്കും അല്ലെ.
അത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആവാം, ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ അല്ലെ, വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും. ചിലർക്ക് എന്താണ് അവരുടെ അന്തസ്സുള്ള ഒരു ജോലി കിട്ടണമെന്നായിരിക്കും. അതായിരിക്കും അവർക്ക് സാലറി കുറഞ്ഞാലും മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടണമെന്നായിരിക്കും ഓരോരുത്തരുടെ ആഗ്രഹം. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഓരോ പേഴ്സണും ഉണ്ടാകും. ഓക്കെ, നിങ്ങളത് റൈറ്റ് ആയെന്ന് തന്നെ പറഞ്ഞു. ഈച്ച് ഇൻഡിവിജ്വൽ വർക്ക്സ് ഹാസ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് നീഡ്സ്. അവരവന്റേതായ ആവശ്യങ്ങൾ ഉണ്ടാവും. ഡ്രൈവ്സ് ഗോൾസ് ആൻഡ് എക്സ്പീരിയൻസ്. അതേമാതിരി തന്നെ ഇവര് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ കുറെ എക്സ്പീരിയൻസുകളും അല്ലെ, നമ്മൾക്ക് ഇതുകളെല്ലാം സർവീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസുകളും അവർക്ക് ഉണ്ടാവും. Then each human being is a product of his biological inheritance as well as a result of interactions with his environment. എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്? ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ജനറ്റിക് ആയിട്ട് പൈതൃകമായിട്ട് ചില കഴിവുകൾ ഉണ്ടാകും അല്ലെ. നന്നായിട്ട് പാട്ട് പാടുന്നവരൊക്കെ ഓക്കെ, പാരമ്പര്യം, ഓക്കെ, പൈതൃകമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ആരെങ്കിലും വെച്ച് നമുക്കറിയാലോ, ചിലപ്പോഴൊക്കെ പാട്ട് പാടുന്നവരൊക്കെ അവരുടെ ഫോളോവേഴ്സ്, അവരുടെ വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ കൂടുതൽ പാട്ട് പാടുന്നത്. ഇതേമാതിരി തന്നെ ടീച്ചിങ്, ചിലരുടെയൊക്കെ ടീച്ചിങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പാരന്റ്സും അല്ലെ, അവരുടെ അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്കറിയാം ഏത് കഴിവും നമ്മള് സ്വായത്തമാക്കിയാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ, അതിനുവേണ്ടി പരിശ്രമിക്കണം അല്ലെ ചിലർക്ക്. പക്ഷെ ജനറ്റിക് ആയിട്ട് അവർക്ക് പൈതൃകമായിട്ടുള്ള ചില കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഈച്ച് ഹ്യൂമൻ ബീയിങ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് is a biological inheritance as well as a result of interaction with this environment. ചിലർ നമ്മൾ നേരത്തെ പറയില്ലേ, കുറച്ച് ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, അതിനോട് ഒരു ഇഷ്ടവും കൂടി വേണം അല്ലെ. ചിലർക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ പ്രവർത്തനത്തിലും ജോലിയിലും അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് സംതൃപ്തിയോട് കൂടിയിട്ട് നല്ല റിസൾട്ട് അവർ കാഴ്ചവെക്കുള്ളൂ. എന്താ പറയുന്നത്, ഈ സെലക്ഷൻ ഒക്കെ നടത്തുമ്പോൾ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് ഒരു ജോലിക്ക് വിടുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ആ ഒരു റിസൾട്ടിലും അതിൻ്റെതായ ഒരു പ്രതിബദ്ധത അല്ലെ, തിരിച്ചും അതിൽ നിന്ന് അത്രയും റിസൾട്ടൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടാവുള്ളൂ. എന്നാണ് പറയുന്നത്. ആ ഒരു പൈതൃകമായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് റിസൾട്ടിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. Then next, people come to the workplace with some specific motives like to earn money, to get employment, to have better prospects in future, to be treated as a human being while they are at the place of work. ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റർ തന്നെ ഇവിടെ വ്യക്തമായിട്ട് വിവരിച്ച് പറയുന്നുണ്ട്. എന്താണ് സ്പെസിഫിക്, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവും, നീഡ്സ് ഉണ്ടാവും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് തന്നെ ഇവിടെ പറയുന്ന ചില അല്ലെ പ്രചോദനങ്ങൾ ഉണ്ടാവും അല്ലെ. സ്പെസിഫിക് മോട്ടീവ് ലൈക്ക് അവർക്ക് ചില പ്രചോദനം അല്ലെ, ഇന്ന സമയത്തിനുള്ളിൽ നമുക്കറിയാം കൊച്ചു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് ടൈം അവർക്ക് ഡ്യൂട്ടിയിലേക്കൊന്നും പോകാനായിട്ട് സാധിക്കില്ല. അവരുടെ ആ ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ അവർക്ക് തിരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചെത്തിയേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ട്, ഒരു പ്രേരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ജോലി തിരഞ്ഞെടുക്കുന്നത്. ടു ഏൺ മണി, ചിലപ്പോ കുറച്ച് കുറച്ച് ഫിനാൻസിന്റെ പ്രോബ്ലം ആയിരിക്കാം, ഒരുപക്ഷെ ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ടു ഗെറ്റ് എംപ്ലോയ്മെന്റ് അല്ലെ, ചിലപ്പോ ചിലർക്ക് ജോലി എന്താ പറയുക ഫിനാൻസ് കിട്ടിയില്ല എങ്കിലും നമുക്കൊരു ജോലി എന്നുള്ള ഒരു ലേബല് അല്ലെ അത് നേടിയെടുക്കാനുള്ള ഒരു മനോഭാവത്തോടു കൂടി ജോലിക്ക് പോകുന്നവരുണ്ടാവാം. ടു ഹാവ് ബെറ്റർ പ്രോസ്പെക്ടസ് ഇൻ ഫ്യൂച്ചർ, ഒരുപക്ഷെ നമുക്ക് ഇപ്പൊ അല്ലെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ലെവലിൽ കയറിയിട്ടാണെങ്കിലും വീണ്ടും ഭാവിയിൽ നമുക്കൊരു ഫ്യൂച്ചർ അല്ലെ നല്ലൊരു നല്ലൊരു ജീവനക്കാരനായിട്ട് മാറാൻ സാധിക്കും എന്നുള്ള ഒരു ലെവലിൽ ജോലി തിരഞ്ഞെടുക്കുന്നവരുണ്ടാവാം. Then to be treated as a human being while they are at the place of work. അതനുസരിച്ചിട്ട് അവരുടെ ഏത് രീതിയിലുള്ള ജോലി അവരുടെ പ്ലേസിനോട് ചേർന്ന വിധത്തിൽ ഏത് രീതിയിലുള്ള ജോലിയും തിരഞ്ഞെടുക്കാനായിട്ട് ഓരോരുത്തരും തയ്യാറാവും എന്നുള്ളതാണ്. നമ്മളിവിടെ വിവരിച്ചു വരുന്നത് എന്താണ്, പ്രധാനമായിട്ടും ആ വർക്കിനോടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ആ ഒരു ബിഹേവിയർ സയൻസ് ആണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് പറയുന്നത് they sell their labor for reasonable wage or a salary and other benefits. സാധാരണയായിട്ട് ഓരോ പേഴ്സണും അല്ലെ ഓരോ പേഴ്സണും അവരുടെ ആ ഒരു കഴിവുകൾ മറ്റുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ വിൽക്കുകയാണ് അല്ലെ. ആ ഒരു ലേബറൊക്കെ വിറ്റിട്ട് എന്താണ് അവരിൽ നിന്ന് മേടിക്കുന്നത്, അവരിൽ നിന്ന് ഒരു മിതമായ രീതിയിലുള്ള വേജസ് അല്ലെ കൂലി അല്ലെങ്കിൽ വേതനം കൈപ്പറ്റുകയാണ് ഓരോരുത്തരും ചെയ്യുന്നത് അല്ലെ. ഓരോ ഹ്യൂമണും അവരുടെ ആ ഒരു കഴിവ് എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വേജും അല്ലെങ്കിൽ അതല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ വേതനം കൈപ്പറ്റുകയാണ് അവരുടെ ബെനിഫിറ്റ് ആയിട്ട്, അതായത് നേട്ടമായിട്ട് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്.
These people provide the knowledge and much of the energy by which organizational objects are fulfilled. നമുക്കറിയാം ഏതൊരു സ്ഥാപനമാണോ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാനാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ തൊഴിലാളിയും ചെയ്യുന്നത്. അവരെ നിശ്ചിത വേതനത്തിനോ അല്ലെങ്കിൽ സാലറിക്കോ വേണ്ടിയിട്ട് തന്നെയാണ് അവരുടെ ജോലി, അല്ലെ, അവരുടെ ആ ഒരു കഴിവ്, എഫേർട്ട് അല്ലെങ്കിൽ എനർജി മുഴുവനും ആ സ്ഥാപനത്തിന് വേണ്ടി ചെലവാക്കുന്നത്. The management must therefore be aware not only of the organizational but also employee and self-needs. അപ്പൊ മാനേജ്മെന്റ് എപ്പോഴും ലക്ഷ്യം മാത്രം ആലോചിച്ചാൽ പോരാ, ഓരോ വ്യക്തിയും അല്ലെ അവര് വ്യത്യസ്ത ആഗ്രഹങ്ങൾ ഒക്കെ ആഗ്രഹിച്ചു. ഓരോരുത്തർക്ക് ചിലപ്പോ ജോലിയുടെ ആ ഒരു നേരത്തെ പറഞ്ഞ മാത്രമേ അവരുടെ ഡിഗ്നിറ്റി അല്ലെ ഒരു അന്തസ്സ് നിലനിർത്താനായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം കൈകാര്യം ചെയ്യാനായിരിക്കും, അതല്ലെങ്കിൽ എന്താണ് അവർക്ക് നിയറസ്റ്റ് ആയിട്ട് അല്ലെ നമ്മുടെ ഹോമുമായിട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും അവിടെ അടുത്ത ഒരു ജോലിക്ക് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത ഇതോട് കൂടിയിട്ടാണ് ഓരോ വർക്കേഴ്സും അവിടെ ജോലിക്കായിട്ട് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ അവരെ തീരുമാനം എടുക്കാൻ എന്നുള്ളത്. മാനേജ്മെന്റ് must therefore be aware not only of the organizational but also employee and self-needs. സ്വന്തം ആവശ്യങ്ങളോടൊപ്പം തന്നെ ഈ ഓരോ എംപ്ലോയീസിനും അവരുടേതായ ആവശ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ വേണം മുന്നോട്ട് പോകാനെന്നും. ചെറിയൊരു വലിയ പാരഗ്രാഫ് ആണെങ്കിലും വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ അവിടെ നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പേജ് മൊത്തം ഇങ്ങനെ കുറച്ച് വിവരണങ്ങളാണ്. ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്ത് കൂടുതലുള്ള ചാപ്റ്ററുമാണ്. നിങ്ങൾക്ക് പിന്നെ അറിയാവുന്ന ഒരു മേഖലയും കൂടി, അതായത് നിങ്ങൾ ഇടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. കുറെയൊക്കെ എന്താണ് ഒരു ജോലി തിരഞ്ഞെടുക്കുന്നതും നമ്മളിപ്പോ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ആ ജോലിക്ക് എങ്ങനെയൊക്കെയാണ് സെലക്ഷനും ഇന്റർവ്യൂവും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും പോകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഇതാവുമായിരിക്കും, ഇൻട്രസ്റ്റ് ആവുമായിരിക്കും. നമുക്ക് വായിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അങ്ങനെ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഹലോ, വീണ്ടും എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? കൊമേഴ്സുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എല്ലാവർക്കും, അല്ലെ? ഉണ്ടോ? ഇല്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വീണ്ടും പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയാ, ഇറ്റ് ഈസ് എ വെരി important and a challenging job in managing people because of a dynamic nature of the people. നമുക്കറിയാം അല്ലെ, ഓരോ പേഴ്സൺസിനും വ്യത്യസ്ത ആവശ്യങ്ങളാണ് എന്ന് നമ്മൾ കണ്ടു അല്ലെ, കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ കണ്ടു. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയായിരിക്കണം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചലഞ്ചിങ് ജോബാണ്, അല്ലെ? വെല്ലുവിളി നിറഞ്ഞ ഒരു ജോലി തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഇപ്പോ ഇതിൽ പറയുന്നത് പ്രധാനമായിട്ടും കാരണം അങ്ങനെ പറയുന്നത് ഡൈനാമിക് നേച്ചർ ഓഫ് ദ പീപ്പിൾ, അല്ലെ? വ്യത്യസ്ത നേച്ചർ ആയിട്ടുള്ള സ്വഭാവത്തിനോട് കൂടിയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത ആഗ്രഹത്തോടു കൂടി വരുന്ന പേഴ്സൺസ് ആണ് ഓരോ വ്യക്തിയും എന്നുള്ളതാണ്. ടു പീപ്പിൾ ആർ ലൈക്ക്, നമുക്കറിയാം രണ്ട് പീപ്പിളും ഒരേപോലെ എന്ന് പറയാനായിട്ട്, അല്ലെ? ഒരേ ആകൃതിയിലും വലുപ്പത്തിലും ഒരേതാണെങ്കിലും ചിലപ്പോൾ നമുക്കറിയാം സ്വഭാവത്തില് വ്യത്യസ്തമായിരിക്കും, അല്ലെ? ശരിയാണോ? അങ്ങനെയാണോ? ഇരട്ടകളാണെങ്കിൽ കൂടിയും നമ്മൾ പറയും സ്വഭാവത്തില് നല്ല നേരെ ഡിഫറെന്റ് ആണെന്ന് പറയും. ശരിയാണോ? അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അപ്പൊ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. പീപ്പിൾ കാനോട്ട് ബി ഓപ്പറേറ്റഡ് ലൈക്ക് എ മെഷീൻ ഓർ ഷിഫ്റ്റഡ് ആൻഡ്
altered like a template in a room layout. അതായത് നമ്മളിപ്പോ ഒരു മെഷീൻ സ്ഥാപിച്ചു അല്ലെ, മെഷീൻ വേറെ നെക്സ്റ്റ് റൂമിലും ഒരു മെഷീൻ സ്ഥാപിച്ചു. ഈ റൂമിലെ മെഷീനിൽ നിന്ന് കിട്ടുന്ന അത്രയും പ്രോഡക്റ്റ് തന്നെയായിരിക്കും അതേ മെഷീൻ തന്നെ മറ്റു റൂമിലും കൊടുത്ത് സ്ഥാപിച്ചാലും കിട്ടുക. ശരിയല്ലേ? അതായത് നമുക്കറിയാം ഒരേപോലത്തെ തന്നെ ഒരേ ഫംഗ്ഷൻ തന്നെ നടത്തുന്ന ഓരോ മെഷീൻസ് ഓരോ സെപ്പറേറ്റ് റൂമുകളിൽ കൊടുത്ത് സ്ഥാപിച്ചാലും എത്രത്തോളം പ്രോഡക്റ്റ് ആണോ അത് ഉത്പാദിപ്പിക്കുന്നത് അത് തന്നെയായിരിക്കും രണ്ട് മെഷീൻസും നമുക്ക് തരുന്നത്. അതേസമയം ഒരേ ക്വാളിഫിക്കേഷനുള്ള ഒരു പേഴ്സണെ കൊണ്ടുവന്ന് ഒരു റൂമില് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊണ്ടുവന്ന് നിർത്തി അതേ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള വേറൊരു പേഴ്സണും അടുത്ത റൂമിൽ കൊണ്ടുവന്ന് നിർത്തിയാല് നമുക്കറിയാം റിസൾട്ട് ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ശരിയാണോ? ഒരു പറയുന്നത് ശരിയാണോ? ശരിയാവായിരിക്കുമോ? പീപ്പിൾസിന് ഓരോ, ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. കാരണം എന്തുകൊണ്ടാ ഓരോ വ്യക്തിയുടെയും അല്ലെ, അതായത് ചില വ്യക്തികൾക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ചിലപ്പോൾ സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം ഒരു പേഷ്യൻസിനെയൊക്കെ നോക്കുമ്പോൾ അവര് സെർവ് ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാവരും ഡിഫറെന്റ് ആണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. മെഷീൻ ഒരേപോലെയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ഒരേപോലെ തന്നെ കിട്ടും. പക്ഷെ മനുഷ്യന് ഒരേപോലെ തന്നെ ഉള്ളത് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഉള്ളത് ഏൽപ്പിച്ച റിസൾട്ട് ചിലപ്പോൾ ഒരേപോലെ കിട്ടിയെന്ന് വരില്ല. കാരണം അവരുടെ നേച്ചർ വ്യത്യാസമുണ്ട് അല്ലെ. ചിലർക്ക് സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, അപ്പൊ അതനുസരിച്ച് റിസൾട്ട് ചിലപ്പോൾ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ സ്പീഡിൽ ചെയ്യുന്നവരിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ മോശം റിസൾട്ടുകളായിരിക്കും അല്ലെ. അങ്ങനെയും ഉണ്ട് കാര്യങ്ങൾ. ചിലര് സ്ലോവിലേ ചെയ്യുള്ളൂ, പക്ഷെ ബെറ്റർ റിസൾട്ട് ആയിരിക്കും അവരിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള രീതികളുള്ള പേഴ്സൺസ് ആണ്. കാരണം അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഓക്കെയാണ്, അവരെല്ലാം സെയിം ആണ്, ഒരേ റാങ്കിലുള്ളവരും ആയിരിക്കാം. പക്ഷെ അവര് വർക്കുകളിലേക്ക് വരുമ്പോഴെന്താണ് ചിലപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ അല്ലെ, ചിലപ്പോൾ അവരുടെ സർവീസുകളിലൊക്കെ വ്യത്യസ്തമായിരിക്കും. നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം സെർവ് ചെയ്യുന്നത് അല്ലെ പേഷ്യൻസിനെയാണ് നമ്മൾ നോക്കേണ്ടതായിട്ട് വരിക. അപ്പൊ പേഷ്യൻസിന് ചിലവർക്ക് സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാകുമായിരിക്കും. ചിലപ്പോൾ അങ്ങനെ സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് രോഗം എന്താണെന്നല്ലേ ഡോക്ടേഴ്സിനൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചെന്ന് വരും. ചിലർക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചെന്ന് വരില്ല. അത് ഓരോരുത്തരുടെയും ഓരോ കപ്പാസിറ്റി അല്ലെ. അവര് ക്വാളിഫിക്കേഷൻ ഒക്കെ ആണെങ്കിലും അവര് ഡിഫറെന്റ് ആണ് ആ ഒരു പേഴ്സണാലിറ്റിയിൽ, ആ ഒരു നേച്ചറിൽ, വ്യക്തിത്വത്തില് ഓരോരുത്തർക്കും ഓരോ ഇതുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. Then they therefore need tactful handling by a management personnel. Tactful എന്ന് വെച്ചാൽ തന്ത്രപരമായി തന്നെ ഓരോരുത്തരെയും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്. അപ്പൊ അവര് എല്ലാവരും തന്നെ തന്ത്രപരമായി തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. Manpower management is a most important job because managing people is the heart and essence of being a manager. നമുക്കറിയാം അല്ലെ, ഓരോ പീപ്പിൾസ് എന്ന് പറയുന്നത് അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ, തൊഴിലാളികൾ എന്ന് പറയുന്നത് അതാണ് അവരുടെ, ശരിക്കും പറഞ്ഞാൽ അതാണ് ആ ഒരു ഹോസ്പിറ്റലിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അവിടുത്തെ വർക്കേഴ്സ് ആണ് അല്ലെ. അവര് ആണ് പ്രധാനപ്പെട്ട എസെൻസ് എന്ന് പറയാം, ഹെർട്ട് ആൻഡ് എസെൻസ്. അതുകൊണ്ട് തന്നെ അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. Then it is concerned with any activity that relates to human element or a relation in the organization. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ആക്ടിവിറ്റികളും അല്ലെ ഇത് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ എലമെന്റ് അല്ലെങ്കിൽ മനുഷ്യന്റെ ആ വിഭവശേഷിയുമായി കണക്ട് ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തു കൊണ്ടുവരാൻ. Unless the human element is taken into consideration, a business cannot succeed. ഓക്കെ, ഹ്യൂമനെ മനസ്സിലാക്കാതെ അല്ലെ, അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാതെ, നമുക്കറിയാം ഒരു 4 പേഴ്സൺസിനെ അവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നവരായിരിക്കാം. ചിലരെന്താണ് പങ്ക്ച്വാലിറ്റി ഇല്ലാത്തവരായിരിക്കാം, പക്ഷെ അവരുടെ വർക്കുകൾ കൃത്യതയോടുകൂടി ചെയ്യുന്നവരായിരിക്കും അല്ലെ. ചിലരെന്താണ് നമുക്കറിയാം ഏത് പ്രൊഫഷൻ ആണെങ്കിലും എടുത്തു നോക്കിയാലും എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു നേച്ചറുള്ള പേഴ്സൺസിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അത് ആ ഒരു എലമെന്റ്സ് നോട്ടബിൾ ആക്കിയിട്ടായിരിക്കണം മാനേജ്മെന്റ് ഓരോ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുറെ പേഴ്സൺസിന് നമുക്കറിയാം ഇത്രയും പേഷ്യൻസിനെ നോക്കാൻ വേണ്ടിയിട്ട് ഓരോ അപ്പോയിന്റ്മെന്റ്സുകൾ ഓരോ സ്റ്റാഫുകളൊക്കെ സ്റ്റാഫ് നഴ്സുകളൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ഇത്ര പേഴ്സൺസിനെ ഹാൻഡിൽ ചെയ്യാൻ ഇത്ര സ്റ്റാഫുകൾ എന്നൊക്കെ ഉള്ള കണക്കിലൊക്കെ ആയിരിക്കും അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അവരുടെ ആ ബിഹേവിയർ ഒക്കെ അനുസരിച്ചിട്ട് തന്നെ അതെല്ലാം കൈകാര്യം ചെയ്ത് പോകണം. അതല്ല എങ്കിൽ എന്താണ് വിചാരിച്ച റിസൾട്ടിലേക്ക് ബിസിനസ് കാനോട്ട് സക്സീഡ് വിജയത്തിൽ എത്താനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, അതാണ് ഈ ഒരു പാരഗ്രാഫിലും പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. അങ്ങനെ നമ്മളെ ഇൻട്രൊഡക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അവസാനിക്കുകയാണ്. എന്തായാലും വായിച്ചു നോക്കാം.
എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ചില പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദ മാനേജ്മെന്റ് മസ്റ്റ് therefore be aware not only the organization but also employees and self-need. അല്ലെ, അവിടുത്തെ എംപ്ലോയീസിന്റെ നീഡ് കൂടി. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. കാരണം നമ്മൾ എന്തെങ്കിലും രാഷ്ട്രീയത്തെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ വന്നു പോവാന്നില്ല. റയറായിട്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴും ഹ്യൂമണിന് പ്രാധാന്യം കൊടുത്തിട്ട് ആയിരിക്കണം എപ്പോഴും മാനേജ്മെന്റ് ചിന്തിക്കേണ്ടത് എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ എക്കണോമിക് ഫിനാൻഷ്യലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള എല്ലാത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനെയാണ്? ഹ്യൂമൻ റിസോഴ്സിനെയാണ്. ഹ്യൂമൻ ആൻഡ് സോഷ്യൽ, അതിന് ആ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യം നോക്കാം. അതേമാതിരി തന്നെ മണി, മെറ്റീരിയൽ, മെഷീനറി, ഫിക്സഡ് അസറ്റ്സ്, അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൻ എന്നുള്ള കാര്യം. പിന്നെ മാനേജിങ് അല്ലെ, പീപ്പിൾ ഇസ് ദ ഹേർട്ട് ആൻഡ് എസൻസ് ഓഫ് ബീയിങ് മാനേജ്. എന്താണ് പീപ്പിളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരെ മാനേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നന്നായിട്ട് തന്നെ അതിന്റെ ആ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അവരെ മാനേജ് ചെയ്യാൻ ഒക്കെ ആണെങ്കിൽ റിസൾട്ട് അല്ലെ, നല്ലൊരു സർവീസ് അവരെ കൊണ്ട് അവിടെയുള്ള വർക്കേഴ്സിൽ നിന്ന് നല്ലൊരു സർവീസ് പേഷ്യൻസിന് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫേം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റല് ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. കണ്ടിട്ട് ചെയ്യാം. ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് എവിടെ വെച്ച് ഇങ്ങനെ കുറച്ച് ടൈം എടുക്കും നമുക്ക്. എടുത്തോട്ടെ? ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കി കിട്ടോ. എന്തായാലും നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയാൽ പോയി കഴിഞ്ഞാൽ അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓക്കെ കുറച്ച് പേര്. അപ്പൊ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രധാനം എന്താണെന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? സോഷ്യൽ സിഗ്നിഫിക്കൻസ്. 3 സ്റ്റാൻഡേർഡ് പോയിന്റ്സ് ആണ് പറയുന്നത്. സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, ദെൻ സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ കണ്ടു അല്ലെ, മാനേജർ ഏത് തീരുമാനം എടുക്കുമ്പോഴും അവിടെ ഹ്യൂമണിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഹ്യൂമണിന്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് അല്ലെ. ചിലര് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫിനാൻസ് ആയിരിക്കും ലക്ഷ്യം, ചിലർക്ക് അവരുടെ ആ ഒരു ജീവിത അന്തസ് അല്ലെ, നല്ലൊരു ജോലി എന്നുള്ള ഒരു ഇതായിരിക്കാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ പറഞ്ഞു നിയറസ്റ്റ് ആയിട്ടുള്ള എവിടെയെങ്കിലും കിട്ടണമെന്നുള്ളത് ആയിരിക്കാം അവരുടെ ഉദ്ദേശം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഓരോ മനുഷ്യന്റെയും ആവശ്യങ്ങളിലുണ്ട് അല്ലെ. അതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നു. എന്താണ്? പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ ഇൻക്രീസസ് ദെയർ ഡിഗ്നിറ്റി ബൈ സാറ്റിസ്ഫൈങ് ദെയർ സോഷ്യൽ നീഡ്സ്. അതായത് നല്ലൊരു മാനേജ്മെന്റ് അത് പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ്? അവര് പ്രാധാന്യം, ഓരോ പേഴ്സൺ അവിടെയുള്ള വർക്കേഴ്സ് പ്രാധാന്യം കൊടുക്കുന്നത് നല്ലൊരു ഡിഗ്നിറ്റി അല്ലെ, നല്ലൊരു അന്തസ്സുള്ള ജോലി എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചിലപ്പോൾ അവര് സമൂഹത്തിന് നല്ലൊരു ജോലി എന്നുള്ള ഒരു ആവശ്യമായിരിക്കാം ഒരു വ്യക്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരു ജോലിക്കാരന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് നോക്കിയാൽ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. അതിലെന്താ പറയുന്നത്? ബൈ ഫെസിലിറ്റേറ്റിംഗ് ഹെൽത്തി വർക്കിംഗ് എൻവയൺമെന്റ് ഇറ്റ് പ്രൊമോട്ട്സ് ടീം വർക്ക് ഇൻ ദ എംപ്ലോയീസ്. അതായത് നല്ലൊരു വർക്കിംഗ് അല്ലെ, ഒരു സ്ട്രെസ് ഉള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കും. നമുക്ക് സാലറി ഒക്കെ ഉണ്ട്, പക്ഷെ ഉറപ്പില്ലാത്ത രാത്രികളൊക്കെ ഉള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് അത്രയും സ്ട്രെസ് വരുന്നതാണ് എന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കും? ഉണ്ടാവോ? ഫിനാൻസിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നവര് പറയും അവിടെ നമുക്ക് സാലറി നന്നായിട്ട് ഉണ്ടെങ്കിൽ എത്ര റിസ്ക് എടുത്താലും നമ്മൾ അവിടെ വർക്ക് ചെയ്യാൻ പോകുമെന്ന് പറയും. പക്ഷെ അല്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. ഓൾമോസ്റ്റ് എല്ലാവരും പറയും ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ, സാലറി കൂടുതലുണ്ടെങ്കിലും അവിടെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള പ്ലേസിലേക്ക് പോകാനായിരിക്കും ഭൂരിഭാഗം വ്യക്തികളും അല്ലെ, ജോലിക്കാരും സാധാരണയായിട്ട് അപ്പോയിന്റ്മെന്റ്സിന് തയ്യാറെടുക്കുന്നത്, അവിടേക്ക് പോകാനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്.
ഇനി മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. അതിലെന്താ പറയുന്നത്, ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ in fulfilling its goals by creating right attitude among the employees through effective motivation. അപ്പൊ ഇതില് എന്താണ് ഓരോരുത്തരുടെയും മനോഭാവം എന്ന് പറയുന്നത്, ഒരു മോട്ടിവേഷൻ അല്ലെ, അവരുടെ പ്രേരണ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ക്രിയേറ്റിംഗ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ എംപ്ലോയീസ് ത്രൂ എഫക്റ്റീവ് മോട്ടിവേഷൻ. നല്ലൊരു മോട്ടിവേഷൻ, നല്ലൊരു പ്രേരണയോട് കൂടിയിട്ട് അവർക്ക് നല്ലൊരു അല്ലെ ആ ഒരു സ്ഥാപനത്തില് നല്ലൊരു വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അംഗീകാരം അല്ലെ, നല്ലൊരു അംഗീകാരം കൊടുത്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവര്. നമ്മളിപ്പോ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും നമ്മളെ ഒന്ന് അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ. നമുക്കൊരു അംഗീകാരം തരാത്ത ഒരു പ്ലേസിൽ പോയി ജോലി ചെയ്യാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. അപ്പോ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് നമുക്കൊരു സ്പെഷ്യൽ ഒരു അംഗീകാരം, അവിടെ ഞാനൊരു വർക്കറാണ്, എനിക്ക് ആവശ്യമായ പരിഗണന കിട്ടും എന്നുള്ള ഒരു ആഗ്രഹം, ആ ഒരു മെന്റാലിറ്റിയോട് കൂടിയായിട്ടായിരിക്കും അവര് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള എന്തെങ്കിലും പ്രേരണകൾ ഇവരുടെ കയ്യിലുണ്ടാവും, ഓരോ വർക്കേഴ്സിനും ഓരോ എംപ്ലോയീസിനും അവിടെ ജോലി ചെയ്യാനായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി അപ്പോ ഇതിന്റെ ബേസിലൊക്കെ പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറിയാം. അപ്പൊ പണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡീല് ചെയ്യുന്നത് എന്താണ്, പേഴ്സണൽ മാനേജർ എന്നുള്ള ഒരു പോസ്റ്റിലുള്ള ഒരു ജോലി അല്ലെ. നമ്മൾ പണ്ട് കാലഘട്ടങ്ങളിൽ പേഴ്സണൽ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള വിങ് ഈ കാലഘട്ടങ്ങളിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിൽ നമുക്കറിയാം. ഇപ്പോഴത്തെ എല്ലാ മാനേജ്മെന്റിന്റെ മനസ്സിലായിട്ടുണ്ട് എന്താണ്, തൊഴിലാളികളെ കൈകൊടുത്താൽ മാത്രമാണ് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നറിയാം. അത് മാത്രമല്ല, പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോ മെഷീനാണ് അല്ലെ, എല്ലാത്തിനും മെഷീന്റെ ഉപയോഗമുണ്ട്. അപ്പൊ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒരു മെഷീനാണ്, കൂടുതലും തൊഴിലാളികളാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ പ്രോബ്ലംസുകളൊന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റോളാണ് പേഴ്സണൽ മാനേജറിന് ഉണ്ടായത്. പക്ഷെ ഇന്ന് നമുക്കറിയാം വർക്ക് ചെയ്യുന്നത് എപ്പോഴും മെഷീന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണെങ്കിലും അവിടെ പ്രധാനമായിട്ടും ഹ്യൂമൻ എഫേർട്ട് ആവശ്യമാണ്. മെഷീൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹ്യൂമൻ എഫേർട്ട് മോസ്റ്റ്ലി അവിടെ ആവശ്യമാണ്. അപ്പൊ ഹ്യൂമനെ ഒന്ന് കയ്യിലെടുത്താൽ മാത്രമല്ലേ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തില് മനുഷ്യന്റെ വിഭവശേഷിയെ കൈകാര്യം ചെയ്തെടുത്താൽ മാത്രമേ ആ ഒരു സ്ഥാപനം നന്നായിട്ട് തന്നെ സക്സസ് ആയിട്ട് അല്ലെ വിജയിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ വിങ് തന്നെയുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന സ്പെഷ്യൽ അല്ലെ. നമുക്കറിയാം വലിയ വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിത്വം, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ഏതൊരു സ്ഥാപനത്തിലും അവിടെ വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി വരിക. പണ്ടെന്ന് പറയുമ്പോൾ പേഴ്സണൽ മാനേജർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ലേബർ അല്ലെ തൊഴിലാളികൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊഴിലുടമയായിട്ട് ഒന്ന് കൈകാര്യം ചെയ്ത് അതൊന്ന് സോൾവ് ചെയ്ത് പോവുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താണ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നവരോടൊപ്പം നിന്ന് എല്ലാ കൃത്യസമയത്ത് തന്നെ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയൊക്കെ ഉണ്ടായുള്ളൂ. പക്ഷെ ഇന്ന് നമുക്കറിയാം ഏത് മേഖലകളിലും എവിടെ വർക്ക് ചെയ്യുമ്പോഴും അവിടെ ഹ്യൂമൻ റിസോഴ്സ് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് പോയില്ലെങ്കിൽ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അവിടെ പ്രശ്നങ്ങൾ മാത്രം സോൾവ് ചെയ്യുക മാത്രമല്ല, ഹ്യൂമന്റെ ബിഹേവിയറുകൾ അല്ലെങ്കിൽ ഹ്യൂമൻ എന്താണ് ആവശ്യം, അവിടെ എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്രിമെന്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യുമോ, അങ്ങനെ പല പല കാര്യങ്ങള് എപ്പോഴും ചിന്തിച്ച് അല്ലെ പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ ആ ഒരു സ്ഥാപനത്തിന് നല്ലൊരു അല്ലെ എല്ലാ വർക്കേഴ്സിന്റെ ഇടയിലും നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് സ്ഥാപനത്തിന് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു സ്പെഷ്യൽ വിങ് ആയിട്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രവർത്തിക്കുകയാണ്. അപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റിന്റെ ബേസിൽ നമ്മൾ പ്രത്യേകമായിട്ടും ഇവിടെ കാറ്റഗറി ചെയ്ത് തിരിച്ചിട്ടുണ്ട്. പേഴ്സണൽ മാനേജ്മെന്റ്, അതന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പഴയ ഒരു കൺസെപ്റ്റ് ആണ്. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട് കണ്ടോ, ഓൾഡ് കൺസെപ്റ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. പേഴ്സണൽ മാനേജർ എന്ന് പറയുന്ന പദവി മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്, അതായത് പണ്ടുകാലത്ത് മെഷീനൊക്കെ വളരെ അപൂർവമാണ് കണ്ടെത്തിക്കൊണ്ട് വന്നിരുന്നത്. അപ്പൊ അതിനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് പേഴ്സണൽ മാനേജർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരുന്നത്. ദെൻ റിലേഷൻ ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ, അവിടെയുള്ള വർക്കേഴ്സുകളുടെ പ്രശ്നങ്ങളൊക്കെ മാനേജ്മെന്റിനെ അറിയിക്കുന്നതിന്റെ ഒരു ഇടനിലക്കാരനായിട്ടാണ് പേഴ്സണൽ മാനേജർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ദെൻ മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്, നമുക്കറിയാം കീഴ്ത്തട്ടിലുള്ള ജീവനക്കാര് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയൊക്കെയാണ് ആർക്കുണ്ടായിരുന്നത്, പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരുന്നത്.
പണ്ട് കാലത്തെ പേഴ്സണൽ മാനേജർ എന്നുള്ള ആ ഒരു പദവി മാറി ഇപ്പോൾ നമുക്കറിയാം ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന വിങ് തന്നെയുണ്ട്. അപ്പൊ ആ ഒരു ഇതിൽ കൺസെപ്റ്റിൽ എടുത്ത് നോക്കുമ്പോൾ, ലേറ്റസ്റ്റ് കൺസെപ്റ്റിൽ എടുത്ത് നോക്കുമ്പോൾ എന്താ പറയുന്നത്, കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. അതായത് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഇരിക്കുന്ന വ്യക്തികൾ അല്ലെ, അതായത് അവര് തന്നെ കൃത്യമായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കണം. ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എവിടെയൊക്കെ ഇൻക്രിമെന്റ് നടക്കണം, എവിടെയൊക്കെ ട്രെയിനിങ് കൊടുക്കണം, അങ്ങനെ പല പല തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു മേഖലയായി മാറി. മറ്റേ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വർക്കേഴ്സിന്റെ ഇടയിൽ നിന്ന് അവരെ ഒന്ന് കൺട്രോൾ ചെയ്യുകയല്ല, ഇവിടെ എല്ലാ ഇടകളിലും അല്ലെ, എല്ലാ മേഖലകളിലും ചെന്ന് ഓരോ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഡ്യൂട്ടി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് വന്നു ചേർന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. നമുക്കറിയാം ഓരോ തട്ടിലുള്ള ജീവനക്കാരുടെ ഇടയിലും ആ ഒരു എംപ്ലോയർ അല്ലെ, തൊഴിൽ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്കറിയാം ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ഏത് തരത്തിലുള്ള മേഖലകളിലുള്ള വർക്കേഴ്സുമായിട്ട് തന്നെ നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ട ഒരു കാര്യഘട്ടങ്ങളിലേക്ക് മാറി. മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ ലെവലിലുള്ള സ്റ്റാഫ്, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഇടയിൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെ, സമൂഹത്തിലേക്ക് ഡോക്ടറിനെ അറിയപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പോ ഐ ഡോക്ടറിന്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഈ ഡോക്ടറിന്റെ സ്പെഷ്യൽ ഡോക്ടറിന്റെ രീതിയിൽ തന്നെ ജനങ്ങളുടെ ഇടയിലൊക്കെ അത് എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. നഴ്സുമാരുടെ സേവനങ്ങളൊക്കെ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ട്രെയിനിങ് പാക്കേജ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഫീൽഡ് വർക്കേഴ്സിന്റെ ഇടയിൽ ചിലപ്പോൾ ഓവർ ടൈം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാലറി ഒക്കെ കൂട്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാ ലെവലിലുള്ള വർക്കേഴ്സിന്റെ ഇടയിലും എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനം എടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ അല്ലെ, പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് വന്നു ചേർന്നു. ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്, അതായത് ഈ കാലഘട്ടങ്ങളിലെ കൺസെപ്റ്റ് ആണ് എന്നുള്ളത്. ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. എന്താണ് ഇമ്പോർട്ടൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്ന ഒരു പ്രാധാന്യം എന്താന്നുള്ളതാണ് ഇവിടെ വിവരിച്ചത്. കാരണം പണ്ടത്തെ മാതിരി എന്താണ് തൊഴിലാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു റോളല്ല മാനേജറിനുള്ളത്. അല്ലെങ്കിൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നവരെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ജീവനക്കാരെ ഒന്ന് നിയന്ത്രിക്കുക എന്നുള്ള റോളൊന്നല്ല. ഇപ്പൊ എന്താണ് നമുക്കറിയാം, എല്ലാ മേഖലകളിലും അവരെ പോയി നിയന്ത്രിക്കാൻ മാത്രം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു കാര്യം ഉണ്ടാവില്ല അല്ലെ, റിസൾട്ട് നേടിയെടുക്കാനൊന്നും സാധിക്കില്ല. അവരോടൊപ്പം തന്നെ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അവർക്ക് എന്തെങ്കിലും പ്രോത്സാഹനമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരുടെ ഇടയിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഗ്രാം സംഘടിപ്പിക്കണോ, അങ്ങനെ എന്തെങ്കിലും അല്ലെ, എപ്പോഴും എന്തെങ്കിലും ആശയങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ച് ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് വിലയിരുത്തി അതിനനുസരിച്ചിട്ട് മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു മേഖലയായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വന്നു ചേർന്നത്. ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആ ഒരു ഇതൊക്കെ HRM എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. അതേമാതിരി തന്നെ അല്ലെ, പഴയ കൺസെപ്റ്റ് ഏതാണ്, ഓൾഡ് കൺസെപ്റ്റ്, ലേറ്റസ്റ്റ് കൺസെപ്റ്റിൽ എന്താണ് അറിയപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യമൊക്കെ നോട്ട് ചെയ്യാം. സിഗ്നിഫിക്കൻറ്റ് ഓഫ് ഇന്റിജർ. ഓക്കെ, ഇതിൽ പറയുന്നത് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്. ഓക്കെ, എന്റർപ്രൈസസിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വലിനെന്ന്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ഇൻ ഫുൾഫില്ലിംഗ് ഇറ്റ്സ് ഗോള്. ഒരു ഓർഗനൈസേഷന്റെ ആ ഗോള് നമ്മൾ നേടിയെടുക്കും, ഫുൾഫിൽ ചെയ്യാൻ ബൈ ക്രിയേറ്റിംഗ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ എംപ്ലോയീസ് ടു എഫക്റ്റീവ് മോട്ടിവേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഒരു ഓർഗനൈസേഷൻ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നല്ല മനോഭാവം അല്ലെ, അവിടെയുള്ള വർക്കേഴ്സ് നല്ല ഒരു ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ല കമ്മ്യൂണിക്കേഷനോടും നല്ല ഒരു അറ്റാച്ച്മെന്റോടും കൂടി മാനേജ്മെന്റ് വർദ്ധിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ് ഇൻസെന്റീവ്സ് കൊടുത്തോ അല്ലെങ്കിൽ അവാർഡുകൾ കൊടുത്തോ പ്രോത്സാഹനങ്ങളൊക്കെ കൊടുത്തൊക്കെ വരുമ്പോൾ വർക്കേഴ്സിന്റെ ഇടയിൽ മാനേജ്മെന്റിന് നല്ലൊരു ഡീലിങ്സ് ഉണ്ടാവും അല്ലെ, നല്ലൊരു ടേംസ് ആൻഡ് ഇതുകൾ ഉണ്ടാവും. അവർക്ക് അവര് നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് ഫെസിലിറ്റി അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, അതായത് ഇടപെടുന്ന ഒരു കാര്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴെന്താണ് ആ ഒരു മോട്ടിവേഷനോട് കൂടിയിട്ട്
ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവിടെയുള്ള വർക്കേഴ്സ് തയ്യാറാവുകയും ചെയ്യും. ഓക്കെ, അതാണ് ഇതിലേക്ക് വരുന്നത്. ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർക്കേഴ്സിന് അവിടെയുള്ള സ്ഥാപനം, ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം ഇവരെ കൊണ്ട്, അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് എന്താണ് മസ്റ്റായിട്ട് അടിച്ചേൽപ്പിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അവരുടെ ആഗ്രഹങ്ങൾ കൂടി മനസ്സിലാക്കി, അവിടെയുള്ള വർക്കേഴ്സിന്റെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പരിഗണിച്ച് അവർക്ക് നല്ല മോട്ടിവേഷൻ, അത് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രചോദനങ്ങളൊക്കെ കൊടുത്ത് അവസാനം ആ ലക്ഷ്യത്തിലേക്ക് നേടിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ പേഴ്സണൽ മാനേജർ എങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയി എന്നുള്ള ഒരു ഇതിലേക്ക് വന്നതാണ് അതെല്ലാം. ക്ലിയർ ആവുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? നിങ്ങൾക്ക് താഴേക്ക് ഇത്തിരി ഒരു ഇൻട്രൊഡക്ഷൻ ലെവലിലേക്ക് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് ഓർത്താൽ മതി. മനുഷ്യന്റെ വിഭവശേഷി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വിഭവശേഷി മാക്സിമം നമ്മൾക്ക് നേടിയെടുക്കാൻ, ഏതൊരു സ്ഥാപനം എന്താ പറയുക, മനുഷ്യനെ ചൂഷണം ചെയ്തെടുക്കുക എന്ന് പറയുന്നത്, അവന്റെ കഴിവുകൾ മുഴുവനും, അവന്റെ ആരോഗ്യവും കഴിവും മുഴുവനും നേടിയെടുത്താൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ നല്ല പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ആ കഴിവ് അല്ലെങ്കിൽ അവന്റെ ആ ഒരു എന്താ പറയുന്ന സ്കില്ലും നോളജും അതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള കാര്യം എന്തെങ്കിലും ഒരു ഔട്ട്ലൈൻ എനിക്ക് കിട്ടിയോ? എന്തെങ്കിലും സ്പീഡ് കൂടുതലായ ഭാഗങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? ഞാൻ ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. ഏതെങ്കിലും ഭാഗം ഒന്നും കൂടി വ്യക്തമാക്കി തരേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, ഫോം ആണോ ചോദിച്ചത്? ഇതാണോ ഈ ഒരു ഇതാണോ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യണമെന്നാണോ ഉദ്ദേശിച്ചത്? കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കർ, അതായത് ഈ ഒരു ഇതിൽ വരുമ്പോൾ എപ്പോഴും HR ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ പ്രധാനപ്പെട്ട മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഓക്കെ, അതിന്റെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കർ, തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡോക്ടേഴ്സിന്റെ ലെവലിൽ ചിലപ്പോൾ ഡോക്ടേഴ്സിനെ അറിയപ്പെടാൻ ചിലപ്പോൾ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടവരും, നഴ്സുമാർക്ക് ചിലപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നഴ്സുമാരെ ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ട് ജോയിൻ ചെയ്ത നഴ്സുമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് എന്തെങ്കിലും കൊടുക്കേണ്ട, ഒരു 6 month എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കുകയായിരിക്കും. ആ ഒരു രീതിയിലൊക്കെ വരുമ്പോൾ കുറച്ച് സാലറി ഒക്കെ ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും റിസർവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ റിസൈൻ ചെയ്തൊക്കെ പോകേണ്ട വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന അവർക്ക് അല്ലെ എക്സ്പീരിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ പ്രൊമോഷൻ ഒക്കെ വരികയാണെങ്കിലും അവർക്കും ജസ്റ്റ് അല്ലെ ആ ഒരു ഫീൽഡിൽ ചിലപ്പോൾ എക്സ്പീരിയൻസിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ദിവസത്തേക്കൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതേമാതിരി തന്നെ ചിലപ്പോൾ ഇച്ചിരി കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പാരിതോഷികങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു റോളായിരുന്നു എന്താ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലുള്ളത്. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ഓക്കെ പറയാം. ഞാനിപ്പോ എന്തായാലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും. ഇനി നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. അതായത് ഈ പണ്ടത്തെ കാലത്തും നമ്മൾ പറഞ്ഞു ഫീൽഡ് അല്ലെ താഴെക്കിടയിലുള്ള ജനങ്ങളെ കൊണ്ട് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന റോള്, അല്ലെങ്കിൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയെ അദ്ദേഹം കൃത്യസമയത്ത് മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ, വളരെ വിരലിലെണ്ണാവുന്ന തരത്തിലുള്ള മെഷീനറിയൊക്കെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായുള്ളൂ. അപ്പൊ അതൊക്കെ ആയിരുന്നു ഡ്യൂട്ടി. പക്ഷെ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ വരുമ്പോഴെന്താണ്, എംപ്ലോയീസ് എന്താണ് പ്രധാനമായിട്ടും എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു ബന്ധം, അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ മാത്രമാണ് അവരിൽ നിന്ന് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നറിയാം. അതിനനുസരിച്ചിട്ടുള്ള അല്ലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ചിലപ്പോഴൊക്കെ ഇങ്ങനെ 3 മാസമൊക്കെ കൂടുമ്പോൾ അവരുടെ ഇതുകളൊക്കെ ടാർഗറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ കുറെ കോംപ്ലിമെന്റ് ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് മാനേജ്മെന്റ് തലത്തിൽ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുക.
അങ്ങനെ അവർ തമ്മിലൊരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഡ്യൂട്ടിയൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് വരുന്നത്. ദെൻ മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ഒരു തലത്തിൽ ഒരു ടേമിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ മാത്രമല്ല, ഒരു വിഭാഗം ഹ്യൂമൻ റിസോഴ്സിനെ മാത്രമല്ല അവിടെ പരിഗണിച്ചിട്ട് അവരെ മാത്രമല്ല എന്തെങ്കിലും ട്രെയിനിങ്ങോ പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകുന്നത് എല്ലാ ലെവലിലുള്ളവർക്കും അല്ലെ. ഇപ്പൊ ക്ലീനിങ് സ്റ്റാഫിനെ വരെ അവർക്ക് വരെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരിൽ നിന്ന് നല്ല റിസൾട്ട് അല്ലെ. അവിടെയൊക്കെ എന്തൊക്കെ ഒരു സ്ഥാപനത്തിൽ എവിടെയൊക്കെ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടോ ആ ഹ്യൂമൻ റിസോഴ്സിന്റെ ഇടയിലെല്ലാം തന്നെ അല്ലെ പ്രതിബദ്ധമായ രീതിയിൽ തന്നെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള റോള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഉണ്ട്. ദെൻ ലേറ്റസ്റ്റ് കൺസെപ്റ്റ് നമുക്കറിയാം ഈ കാലഘട്ടത്തില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അറിയപ്പെടുന്നത്. പേഴ്സണൽ മാനേജറിന് അതിൽ നോക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് പഴയ കാലഘട്ടത്തിന്റെ കൺസെപ്റ്റ് ആണ് എന്താണ് മെഷീൻ ഓപ്പറേറ്റ്. നമുക്കറിയാം കുറച്ച് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആർക്ക് ആ ഒരു പേഴ്സണൽ മാനേജറിന്റെ റോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെയുള്ള ട്രേഡ് യൂണിയന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ നമുക്കറിയാം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഇടനിലക്കാരനായി വർദ്ധിക്കുക എന്നുള്ള ഒരു റോള് മാത്രമേ പണ്ട് കാലത്ത് പേഴ്സണൽ മാനേജറിന് ഉണ്ടായുള്ളൂ. ഒപ്പം തന്നെ എന്താണ് മാനേജ്മെന്റ് ഓഫ് ലോവൽ ലെവൽ സ്റ്റാഫ്. നമുക്കറിയാം താഴേക്കിടയിലുള്ള ജീവനക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് അവര് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടോ എന്നൊക്കെ അല്ലെ. പഴയ കാലഘട്ടത്തിലെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ മേലാധികാരി വന്ന് നോക്കി നിരീക്ഷിക്കുന്ന ഒരു കാലം. പക്ഷെ ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ മേലധികാരിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലൊന്നും ആൾക്കാര് അല്ലെ നല്ല ഫോട്ടോയിലൊന്നും വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അവരെന്തെങ്കിലുമൊക്കെ സൂത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അവരവരുടെ കാര്യങ്ങൾ നടത്തുന്ന കാലഘട്ടമാണ് അല്ലെ. പക്ഷെ അവരവരെ നല്ലൊരു അറ്റാച്ച്മെന്റോട് കൂടി വർദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല റിസൾട്ട് ജീവനക്കാര് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഈ കാലഘട്ടത്തിലൊക്കെ പ്രവർത്തനങ്ങൾ. അതാണ് ആ ഒരു പഴയ കൺസെപ്റ്റ് പേഴ്സണൽ മാനേജർ എന്നുള്ള കൺസെപ്റ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള കൺസെപ്റ്റും തമ്മിലുള്ള ഒരു വേരിയേഷൻ കാണിച്ചിരിക്കുന്നത്. പേഴ്സണൽ മാനേജർ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റർ ആണ് കൺസേൺഡ് വിത്ത് ദ ഡിസിഷൻ മേക്കർ. ഇവിടെ വരുമ്പോഴെന്താണ് എല്ലാ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കണം. എല്ലാ ലെവലിലുള്ള ജനങ്ങൾക്കും ജീവനക്കാർക്കും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. മറ്റേത് എന്താ പറയുന്നത് മാനേജ്മെന്റും ട്രേഡ് യൂണിയനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഇടനിലക്കാരാണ്. പക്ഷെ ഇവിടെ എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ അല്ലെങ്കിൽ ആ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചൊക്കെയാണ് അവർ നല്ല രീതിയിലാണ് ഇപ്പൊക്കെ ഈ കാലഘട്ടങ്ങളിലൊക്കെ റൺ ചെയ്തു പോകുന്നത്. മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ് അല്ലെ. താഴെക്കിടയിലുള്ള ജീവനക്കാരെ പണിയെടുപ്പിക്കുന്ന വലിയ റോളൊക്കെയാണ് പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ എന്താണ് മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ്. അവിടെയുള്ള വർക്കേഴ്സിന്റെ എല്ലാവരുടെയും ഇടയിൽ താഴെക്കിടയിൽ മാത്രമുള്ള ജീവനക്കാരെ പണിയെടുപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് മോട്ടിവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് മാത്രമല്ല നേരെ തരത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് PM എന്ന് പറയുന്നത് ഓൾഡ് കൺസെപ്റ്റ് ആണ്, ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ? ബോറായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.